സ്വർഗസുപിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. സ്വർഗസുപിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ കുരിക്കാട് ദേശത്തെയും ദേശനിവാസികളെ അറിയിക്കുകയാണ്. രാജ്യത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ സുവിശേഷം ഈ ദേശത്തെ നിങ്ങളെ അറിയിച്ച് കടന്നു പോകുവാനാണ് ഇപ്പോൾ ഈ ടീം ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. അതിനായി നിങ്ങളുടെ 15-20 മിനിറ്റ് സമയം ഞങ്ങൾ ഈ ശബ്ദ കാഴ്ചമരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് മാനവരാശിയെ വിളിച്ചറിയിച്ച ഈ സദ്വാർത്ത ഈ ദേശത്തെ നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. സ്തോത്രം. അതിലേക്ക് ആദ്യമായി ഒരു ഗാനം ആരംഭിക്കുന്നു. തുടർന്ന് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ശ്രമിക്കാം. യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവന്റെ പ്രാണനാഥം യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവിന്റെ മാർഗദീപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവിന്റെ മാർഗദീപം നീ എന്റെ മാനസം പുൽകുകിലേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ നീ എന്റെ മാനസം പുൽകുകില്ലേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവിന്റെ ദിവ്യനാദം ഹൃത്തടത്തിൽ ജീവജലം യേശുവിന്റെ ദിവ്യനാദം
തടത്തിൽ ജീവജലം ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. ദൈവത്തിന്റെ വലിയ നാമമായിട്ട് മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഇന്നീ പകൽക്കാലം മനോഹരമായ ഈ പ്രഭാതത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ ഭാഗമായ ഈ കൂരിങ്ങാട് ദേശത്തിലൂടെ കടന്നു പോകുവാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാവിളംബരത്തിന്റെ ഭാഗമായി ഞാൻ ജനിച്ചു വളർന്ന 6 വയസ്സുവരെ ജീവിച്ച ഈ നാട്ടിൽ വീണ്ടും കടന്നു വന്ന് ഈ നാടൊക്കെ ഒന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഏകദേശം 50 വർഷം മുമ്പ് പച്ചക്കറി നടത്തുന്ന ആ പച്ചക്കറി കടയുടെ സൈഡില് ഞങ്ങളുടെ വീട്ടിലെ തൊട്ടടുത്തൊരു അങ്കിളിന്റെ ഒരു ഹോട്ടലായിരുന്നു. ഞാൻ 4 വയസ്സ് 5 വയസ്സുള്ള സമയങ്ങളിൽ ആ ഹോട്ടലിലെല്ലാം കടന്നു വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന രംഗവും അവിടെ മോരും വെള്ളം വെച്ചിരിക്കുന്ന റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ മോരും വെള്ളം വെച്ചിരിക്കുന്ന മോരും വെള്ളം കുടിക്കുന്ന രംഗമൊക്കെ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടി വരികയാണ്. ആ നാട്ടിലേക്ക് വീണ്ടും ഒരു 50 വർഷത്തിന് ശേഷം വീണ്ടും കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നാൽ ഇപ്പൊ ഈ കടന്നു വരവ് ഈ അത്യുന്നതനായ ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു വിളംബരം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഏത് പ്രപഞ്ച സൃഷ്ടാവ്? ഞങ്ങൾക്കൊക്കെ ഓരോ ജാതിയിലും ഓരോ പ്രപഞ്ച സൃഷ്ടാവുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവിന് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. എന്നാൽ മനുഷ്യർക്കാണ് ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും ഒക്കെ ഉള്ളത്. ഇതിനിടയിൽ എന്തിനാണ് ജീവിതമെന്ന് അറിയാതെ ജനിച്ചു വളർന്ന് മരിച്ച് കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. എന്തിനാണ് ജീവിതമെന്നോ, എങ്ങനെയാണ് താനിവിടെ ജനിച്ചതെന്നോ, എന്തിനാണ് ജനിച്ചതെന്നോ, എന്താണ് താനിവിടെ ചെയ്യേണ്ടതെന്നോ, എന്തുകൊണ്ട് തനിക്ക് പ്രായമാകുന്നുവെന്നോ, എന്തുകൊണ്ട് താൻ മരിച്ചു പോകുന്നുവെന്നോ, എന്തിനാണ് ഈ ജീവിതമെന്ന് അറിയാത്ത ഒരു ജീവിതമാണ് നമ്മളുടെ ജീവിതം. ഇതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം, മോളെ കുരിക്കാട് നിവാസികളെ, ഈ ശബ്ദ കാഴ്ചപ്പെടുത്തിൽ എന്നെ കേൾക്കുന്ന മക്കളെ, ഒരു നിമിഷം നിൽക്കൂ. നിന്റെ ജീവിതം എന്തിനാണ് നീ തിരിച്ചറിയൂ. നിന്റെ ഉടമസ്ഥനായ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലുമെല്ലാം പെട്ടുപോയി, പ്രത്യേകിച്ച് മരണത്തിൽ കുടുങ്ങിപ്പോയ എന്നോടും നിങ്ങളോടും പറയാനുള്ള ഒരു അരുളപ്പാട് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരേ മോളെ, ഞാൻ നിങ്ങളെ ഉണ്ടാക്കിയത് എന്നോടുകൂടെ ജീവിപ്പാനാണ്, എന്റെ ഭവനമായിട്ടാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് എന്നോട് അന്യപ്പെട്ട് മരിച്ച് ഇതാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ നിങ്ങളെ തിരികെ എന്നോടുകൂടെ താമസിപ്പാൻ, ആരോടുകൂടെ? ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തോടുകൂടെ നമ്മളെ താമസിപ്പിക്കാൻ ദൈവം മനസ്സാണെന്നും
നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിലേക്ക് നിനക്ക് കടന്നു വരാമെന്നുമുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ ഏതാനും ദിവസം മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന, അതായത് മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന നിന്റെ ജീവിതം അവിടെ നിന്ന് മാറ്റി മരണമില്ലാത്ത നിന്റെ ഉടമസ്ഥനായ ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി നിനക്ക് ജീവിക്കാൻ കഴിയും എന്ന ഒരു അറിയിപ്പാണ്. നിന്റെ ദൈവം അതിന് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന അറിയിപ്പാണ് ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഇതാണ് മഹാസുവിശേഷം. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഇവിടെ കടന്നു വന്ന് ഈ ലോകത്തോട് അറിയിച്ച സുവിശേഷം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം ഈ അന്ത്യനാളുകളിൽ ലോകത്തെല്ലായിടവും അറിയിക്കപ്പെടുമെന്നുള്ള വിശുദ്ധ ബൈബിളിലെ ആ വചനം, ഈ സന്ദേശം അറിയിക്കുമ്പോൾ ഈ കുരിക്കാട് ദേശത്ത് നിവർത്തിയാവുകയാണ്. എന്റെ മോനെ, എന്റെ മോളെ, പ്രിയ അപ്പച്ച, പ്രിയ അമ്മച്ചി, നിങ്ങൾ നിങ്ങളുടെ മക്കളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടുകൂടെ ജീവിപ്പാൻ ഒരു കുടുംബമായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അറിയിച്ച സുവിശേഷം. ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ആ സുവിശേഷം. എന്നാൽ പ്രിയമകനെ, പ്രിയമകളെ, ഇന്ന് ഈ സത്വാർത്ഥമാനം ഇവിടെ അങ്ങ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്ന സുവിശേഷ വേദികളിൽ അധികവും ഈ സദ്വാർത്ത അറിയിക്കപ്പെടുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു അറിയിച്ച ഈ സദ്വാർത്ത, ദൈവം നിങ്ങളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ നിന്റെ വഴികളെ വിട്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് നിന്റെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധരായിരിപ്പേൻ എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം ഞങ്ങളിലൂടെ നിങ്ങളെ ദൈവ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതാ നിങ്ങളുടെ സ്നേഹിത അല്ലെങ്കിൽ സ്നേഹിതൻ, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് തന്റെ മകന്റെയോ മകളുടെയോ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നത് പോലെ, തന്റെ ഹൗസ് വാമിങ്ങിന് നിങ്ങളെ ക്ഷണിക്കുന്നത് പോലെ, ഇതാ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഈ നാട്ടിൽ അയച്ച് തന്റെ ഭവനത്തിലേക്ക്, ദൈവത്തിന്റെ വീട്ടിലേക്ക് നിങ്ങളെ ദൈവത്തിന്റെ മക്കളായി ക്ഷണിക്കുകയാണ്. അതിലേക്ക് കടന്നു വരുവാൻ ഇതാ ഞങ്ങൾ താഴ്മയോടെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയ മകനെ, മകള്, മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ്, മരണം നിന്നെ കീഴടക്കുന്നതിന് മുമ്പ്, ഇതാ നീ നിന്റെ ഭക്ഷണം കൊണ്ട് നീ അറിഞ്ഞോ അറിയാതെയോ മരണത്തോട് കുസ്തി പിടിക്കുകയാണ്. നീ മരണത്തോട് കുസ്തി പിടിക്കുന്ന നീ എത്ര ഭക്ഷണം കഴിച്ചാലും മരണം നിന്നെയും കൊണ്ട് പോകും. എന്നാൽ മരണം നിന്നെയും കൊണ്ട് പോകുന്നതിന് മുമ്പ് മരണത്തിന് മേൽ പരിഹാരമായി സ്വർഗത്തിലെ ദൈവം തന്റെ രാജത്വത്തിന്റെ സുവിശേഷം എന്നോടും നിങ്ങളോടും അറിയിച്ചിരിക്കുന്നത് ഇത് കേട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതാ ആ സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഹൃദയത്തിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ചിന്തയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, സൃഷ്ടാവിന്റെ കുടുംബത്തിലേക്ക്, സൃഷ്ടാവിന്റെ വീട്ടിലെ അംഗമായി, ദൈവത്തിന്റെ മകനായി കടന്നു വരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായി, ദൈവം ആരുടെയെങ്കിലും ഹൃദയങ്ങളെ തുറന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായെങ്കിൽ ഇതാ എന്റെ പ്രിയ മോനെ, മോളെ, ഈ ഭൂമിയിൽ അതിനൊരു മാർഗവുമില്ല. ഈ ലോകത്തിലെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു, അവിടെ എങ്ങും ഇതിനുള്ള മാർഗമില്ല. നമ്മളുടെ കോളേജുകളിൽ ഇതിനുള്ള മാർഗമില്ല. നമ്മളുടെ ലോകത്ത് എവിടെയും ഇതിനുള്ള യാതൊരു മാർഗവുമില്ല. നമ്മളുടെ ഫാർമസികളിൽ മരണത്തെ മാറ്റുവാനുള്ള യാതൊരു മരുന്നുകളുമില്ല. നമ്മുടെ ആശുപത്രികളിൽ പ്രിയ സഹോദര, പ്രിയ സഹോദര, മരണത്തെ നീക്കുവാൻ പറ്റിയ ഒന്ന് നമ്മുടെ ആശുപത്രികളിലില്ല. മരണമെന്ന ഭീകരന്റെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തിക്കാർക്കോ, നമ്മുടെ ആശുപത്രികൾക്കോ, നമ്മുടെ മെഡിക്കൽ ഷോപ്പുകൾക്കോ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കോ ഒന്നും ചെയ്യാനില്ല. മരണമെന്ന ഭീകരന്റെ മുമ്പിൽ അവരെല്ലാം പരാജയപ്പെടുകയാണ്. എന്നാൽ മരണത്തിലുള്ള നീക്കുപോക്ക് ഉള്ള ഒരുവനുണ്ട്, സൃഷ്ടാവായ ദൈവം.
ആ സൃഷ്ടാവായ ദൈവമാണ് എന്നെയും നിങ്ങളെ തന്നോടുകൂടെ ജീവിപ്പാൻ വേണ്ടി ക്ഷണിക്കുന്നത് സുവിശേഷത്തിലൂടെ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെങ്ങും മരണത്തിന് ജനത്തിൽ നീക്കുപോക്കിന് യാതൊരു പരിഹാരവും ഇല്ലാതിരിക്കുമ്പോൾ അത്യുന്നതനായ സ്വർഗസ്ഥനായ പിതാവ് മരണത്തോട് നീക്കുപോക്കിനായി തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇതാ പ്രിയമക്കളെ, നാം എന്തുകൊണ്ട് മരണത്തിൽ പെട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപനിമിത്തമാണ് നാം മരണത്തിൽ പെട്ടുപോകുന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായിക്കൊണ്ട്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെയും നിങ്ങളെയും ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്ന സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ യേശു ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട്, ആ യേശുവിനെ നമ്മുടെ കർത്താവായി നാഥനായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലത്ത് ആ യേശുവിനെ അനുഗമിച്ച് അനുസരിക്കുന്നുവെങ്കിൽ പ്രിയമകനെ, പ്രിയമകളെ, ഈ സ്വർഗീയ കുടുംബത്തിലേക്ക് ക്രിസ്തുവിൽ ആ പിതാവോടൊപ്പം ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷനിലേക്ക് സ്വർഗം നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, ഇതാ രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകിയിട്ടില്ല. എന്നാൽ ആ സമയത്ത് ഇതാ നമുക്ക് നൽകിയിരിക്കുന്ന ഏക നാമമാണ് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലം യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ പ്രിയമകനെ, പ്രിയമകളെ, നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിനക്ക് ഈ സ്വർഗീയ ഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനക്കാരനായി, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി കടന്നു വരാമെന്നുള്ള കാര്യം ഇതാ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ സദ്വാർത്ത നിങ്ങൾ കേട്ടു. സദ്വാർത്തയിലേക്കുള്ള ഏകമാർഗമായ കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്തെയും കുറിച്ച് നിങ്ങൾ കേട്ടു. അതുകൊണ്ട് ഇനിയും ഒട്ടും സംശയിക്കരുതേ. ഇതാ ആ യേശുവെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട്, അവനെ നാം വിളിച്ചപേക്ഷിക്കുന്ന അവന് രക്ഷിക്കപ്പെടുമെന്നുള്ള മാർഗം, ആ യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ആ യേശുവിനെ അനുഗമിച്ച് ആ സ്വർഗീയ പിതാവിന്റെ പാദപീഠങ്ങളിൽ എത്തിച്ചേരുക നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. നാളെ നിങ്ങൾ പറയരുത് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയരുത്. ഇതാ ഈ അന്തരീക്ഷം സാക്ഷി, ഈ റെയിൽവേ ട്രാക്കുകൾ സാക്ഷി, ഈ കൂരിക്കാട് ജംഗ്ഷൻ സാക്ഷി, ഈ അന്തരീക്ഷം മുഴുവനും സാക്ഷിയാണ്. കൂരിക്കാട് ദേശനിവാസികൾ 2 സ്ഥലങ്ങളിലായി ഈ രാജ്യത്തിന്റെ സുവിശേഷം കേട്ടു എന്നുള്ളതിന് ഈ അന്തരീക്ഷവും ഈ ദേശവും ഇത് സാക്ഷി നിൽക്കുമ്പോൾ നിങ്ങളെ രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലാവരും അറിയിക്കപ്പെടും എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗമായി, അതിന്റെ നിവൃത്തീകരണമായി ഈ ദേശത്തോട് അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഇതാ അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അതിലൊന്നൊരു ട്രാക്റ്റാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൽ നിത്യം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ദൈവ കുടുംബക്കാരായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരണമെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസത്തിന്റെ ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാനമുണ്ട്. എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം, അതിലേക്കുള്ള വഴിയായ ക്രിസ്തു ആരാണ്, ഇതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രിയമകനെ, പ്രിയമകളെ, നിങ്ങൾക്ക് അവിടെ കടന്നു വരാം. ഞങ്ങളുടെ നമ്പറുകൾ അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്തതിലേക്ക് സഹായിക്കുന്നതായിരിക്കും. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് ഞങ്ങൾക്ക് അടുത്ത് പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ദിവസം ഈ കൂരിക്കാട് ദേശത്ത്, പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളരുവാൻ അങ്ങ് ഈ ദേശത്ത് വീണ്ടും 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കടന്നു വന്ന് അങ്ങയുടെ ദിവ്യമായ സന്ദേശം അറിയിപ്പാൻ അങ്ങിടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം.
ഈ ദേശത്തെ എല്ലാ നിവാസികളെയും അവരുടെ കുടുംബങ്ങളെയും മാതാപിതാക്കന്മാരുടെയും അവരുടെ സ്ഥാപനങ്ങളെയും കച്ചവടങ്ങളെയും അവരുടെ ജോലിയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അവയെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ അനുഗ്രഹം അവരെ നിത്യതയിലെത്തുവാൻ അങ്ങയോടൊപ്പം ക്രിസ്തുവിൽ ജീവിപ്പാനുള്ള ഒരു അവസരമായി കർത്താവേ അവരെ ഏറ്റെടുക്കുകയും അതിലെത്തിച്ചേരുകയും ചെയ്യുവാൻ ഇടയാക്കണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികളെയും ഈ ശബ്ദ കാഴ്ചവരുതെയും ഞങ്ങളെ കേൾക്കുന്ന ഏവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിത്യം നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. ഓർക്കുക, എറണാകുളം പ്രാർത്ഥനാലയത്തിന് അടുത്ത ധ്യാനം ഇതാ ഡിസംബർ 2 തുടങ്ങുകയാണ്. നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.